ഹേ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഹേമയുടെ വീട്ടിലാണ്. ഹേമനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹേമ. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഹേമ മാത്രമല്ല, ദേ പൊന്നൂസും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ദേ ഞങ്ങൾ നല്ല സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. ഹേമയ്ക്ക് കിട്ടിയില്ലല്ലോ ഗൈസ്. കാര്യം പറഞ്ഞത് ട്രെൻഡ് ഔട്ടായെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഹേമയ്ക്ക് സെയിം ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഈ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ ഈ ചേച്ചിയുടെ ധൈര്യത്തിലാട്ടോ നടക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഞങ്ങൾ വന്നത്. ഈ ചെണ്ടക്കാരെ കാണാൻ വേണ്ടിയല്ല ഗൈസ് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ദേ ഇപ്പം വരും. ഇന്ന് പ്രത്യേകതയുണ്ട്, താലപ്പൊലിയാണ് നമ്മുടെ. അപ്പോൾ ഈ ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ടോ ഗൈസ് സത്യമായിട്ട് ഞങ്ങൾ വന്നേക്കണം. നല്ല രസമല്ലേ? ചേച്ചിമാരും ഗേൾസൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പട്ടുപാടിയൊക്കെ ഇട്ട് താലമൊക്കെ പിടിച്ച് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഗൈസ് ഈ ചെക്കന്മാരിങ്ങനെ തുള്ളണത്, അവരടിച്ച് പൊളിക്കുന്നത് കാണാൻ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. കാരണം എനിക്ക് തുള്ളിയിലേലും എനിക്കിങ്ങനെ ഇത് ചെയ്തില്ലേലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇവരിങ്ങനെ ചില്ല് ചെയ്യണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാനതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ താലപ്പൊലിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെണ്ടമേളായിരുന്നു കേട്ടോ. കിടുക്കാച്ചിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് ഈ ചേട്ടൻ പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വെറൈറ്റി ചെണ്ടമേളം എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലും കുറച്ച് നേരം ഈ ചെണ്ടക്കാരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതും എൻജോയ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി തുടങ്ങുകയാണ് ഗൈസ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജി മേടിക്കാമെന്ന്. പിന്നെ ഞങ്ങളതങ്ങ് സ്കിപ്പ് ചെയ്തു. എന്തോ ഞങ്ങൾക്ക് അത്ര അങ്ങ് പിടിച്ചില്ല. ഇവിടെ വരെ വന്നിട്ട് ഒന്നും വാങ്ങാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കോൺ ടോപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീട്ടിലേക്ക് പോന്നു ഗൈസ്.